ശബരിമലയിലേക്ക് CBI എത്തുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഫയൽ സ്വീകരിച്ചു. ഇക്കാര്യത്തിൽ ദേവസ്വം ഭാരവാഹികൾക്ക്, ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള രാജ്യത്ത് തന്നെ ഞെട്ടിച്ച ഒരു വലിയ മോഷണ പരമ്പരയായിരുന്നു. അതിൽ അന്വേഷണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ N വാസുവിലേക്കും A പത്മകുമാറിലേക്കും എത്തി അവസാനിച്ച മട്ടാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും, അതിനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സർക്കാർ ഇടപെട്ട് അന്വേഷണം അട്ടിമറിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ സർക്കാരിൻ്റെ ഉന്നതന്മാർ വൻതോതിൽ കളികൾ നടത്തി. അന്വേഷണ സംഘത്തിന്മേൽ വലിയ സ്വാധീനം ചെലുത്തി, വലിയ സമ്മർദ്ദം ഉണ്ടാക്കി. ഇപ്പോൾ ഇതാ അന്വേഷണം ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. വാതിൽപ്പാളിയിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം, തങ്കപ്പാളികൾ, പൊതിഞ്ഞ തങ്കപ്പാളികൾ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ല. ആ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയോ അതോ വിദേശങ്ങളിലേക്ക് കടത്തിയോ എന്നതിന് ഒരു മറുപടിയുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു അന്വേഷണം, അത് കേരള പോലീസ് നടത്തിയാൽ പറ്റില്ല, ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് ഏറ്റവും പ്രധാനമായി ആവശ്യമായി ഉള്ളത്. അത് ഇപ്പോൾ ഇതാ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. CBI അന്വേഷണം, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം വേണമെന്നും ശബരിമലയിലെ സ്വർണമടക്കമുള്ളവ ആരാണ് കടത്തിക്കൊണ്ടുപോയതെന്ന് കൃത്യമായി മനസ്സിലാക്കണമെന്നും ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ളയിലൂടെയും അല്ലാതെയും ഉണ്ടായ നഷ്ടം മുൻ ദേവസ്വം ഭാരവാഹികളുടെ അക്കൗണ്ടുകളിൽ നിന്ന്, അവരിൽ നിന്ന് ഈടാക്കണമെന്നുമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കാനാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ തീരുമാനം. ക്രിസ്മസിന് ശേഷം ഹൈക്കോടതി ചേരുന്ന മുറയ്ക്ക് ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. അതിനിടയിൽ വിശദമായ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുൻ ദേവസ്വം ഭാരവാഹികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകരിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റിയതാണ് കേസിൻ്റെ തുടക്കം. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന ഒരു ഇടനിലക്കാരനെ മറയാക്കിക്കൊണ്ട് ശബരിമല ഭരിച്ചിരുന്ന ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും ദേവസ്വം ബോർഡിൻ്റെ മുൻ കമ്മീഷണർമാരും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ കൊള്ളയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ഏകദേശം 1 കിലോ സ്വർണം അടിച്ചു മാറ്റിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് കട്ടിളപ്പാളിയിലെയും അതുപോലെ വാതിൽപ്പടിയിലെയും സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. ആ കേസിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPMന്റെ മുൻ MLAയുമായ A പത്മകുമാറിനെയും മുൻ ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ N വാസുവിനെയും അറസ്റ്റ് ചെയ്തത്. ഈ കാലഘട്ടത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. A പത്മകുമാറിൻ്റെ മൊഴി കടകംപള്ളിക്ക് എതിരായിരുന്നു. എന്നാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്ന് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിനോ കസ്റ്റഡി എടുക്കുന്നതിനോ അന്വേഷണ സംഘം തയ്യാറായില്ല. പിന്നീട് A പത്മകുമാർ മൊഴി മാറ്റി. അതേസമയം ഇതിനെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ദേവസ്വം ബെഞ്ച് കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു കാര്യവും, അന്വേഷണത്തിൻ്റെ ഒരു റിപ്പോർട്ടും സർക്കാരിനെയോ പോലീസിനെയോ അറിയിക്കേണ്ടതില്ല എന്ന് ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. കോടതിയെ, അടച്ചിട്ട കോടതിയെ മാത്രം അറിയിച്ചാൽ മതിയെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. എന്നാൽ പിന്നീട് അന്വേഷണം അട്ടിമറിക്കുന്നതിൻ്റെ സൂചനകൾ കോടതിക്കും ബോധ്യമായി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ സർക്കാരിൻ്റെ കീഴിൽ ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ആ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു SP മാത്രമായ ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിലുള്ള അന്വേഷണം സ്വാഭാവികമായും അട്ടിമറിക്കാൻ സർക്കാരിന് കഴിയുമെന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും ബോധ്യമാവുന്ന കാര്യമാണ്. കണ്ണും കാതും കോർപ്പിച്ച് കണ്ണിമ ചിമ്മാതെ ഹൈക്കോടതി നിന്നിട്ടും ഈ അന്വേഷണം ഏറെക്കുറെ അട്ടിമറിച്ച ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ്
BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് എത്തുന്നത്. CBI അന്വേഷണം, സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഹർജിയിന്മേൽ എത്രയും വേഗം ഉത്തരവിടണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ചിന്തിക്കുന്നത്. ക്രിസ്മസ് അവധിക്ക് ശേഷം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനമുണ്ടാകുമെന്നും ഹർജിയിൽ വാദം കേൾക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അതിനിടയ്ക്ക് ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ ഹർജിയിന്മേലുള്ള മറുപടി നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്.